ഇതിപ്പോ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ ഒരു മാസമല്ലോ. അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതുണ്ട്. എം.ആർ. അജിത് കുമാറിനെ കുറിച്ച് ഇതിന്റെ മുമ്പും ഇതേ DGP ഒരു റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ആ റിപ്പോർട്ട് കേരളം മറന്നുപോയി. ആ റിപ്പോർട്ടിന് എന്താ ചെയ്തത് ഗവൺമെന്റ്? ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ, റിപ്പോർട്ടിൽ ചില കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു 3 അംഗ IPS ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ്, വിഡ്ഢികളുടെ ലോകത്താണ്. കാരണം മുൻ അനുഭവങ്ങൾ അതാണ്. എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് എം.ആർ. അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്, ഒരു മകനാണ് ഇപ്പോ KM എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അതിന്റെ മുമ്പ് ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു. അയാളിപ്പോ ജയിലിലാണോന്ന് അറിയില്ല. അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. അപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ 1 ആളുകൾ സ്വത്ത് സമ്പാദനം, പണസമ്പാദനം, ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത്. നിങ്ങൾക്കറിയാം. ആ അജിത് കുമാറിന് ഇപ്പോ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത്? പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. 153 കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതിൽ ഞാൻ എന്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ IG-യുടെ മുമ്പിൽ പറഞ്ഞത് ഒരു 25 ആളെ നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ. എങ്ങനെ സ്വർണം കിട്ടി, എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ പുറത്തു കടന്നു, എങ്ങനെ പോലീസ് അവരെ പിടികൂടി, എത്ര സ്വർണമാണ് കൊണ്ടുവന്നത്, എവിടെയാണ് തൂക്കിയത്, ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം, അത് പണമുണ്ടാക്കാനൊരു രാഷ്ട്രീയം, അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും KM എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ വലിയ ഒരു പൊതുസമൂഹത്തിന്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു കൊള്ള സംഘം. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. DGP റിപ്പോർട്ട് എടുത്തിട്ട് ഇത്രയും മാസമായിട്ടും കേസ് എടുക്കാൻ പോലും ഇതുവരെ തയ്യാറാണ്. അതും PV ജയൻ എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതി കൂടിയാണ്. എന്നിട്ട് പോലും DGP നിർദ്ദേശം കേസ് എടുക്കാതിരിക്കുന്നതിന് അല്ല, അത് സ്വാഭാവികമായിട്ട് PV ജയൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥരെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പോലീസ് സേനയിലെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർക്കറിയാം. ഇതുവരെ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ സത്യസന്ധമായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ്. അതിലൊരു തർക്കവുമില്ല. P. ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, പിണറായി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും അഴിമതി ആരോപണങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ DGP ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശന്റെ എന്താ പറയാ റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ്. ആ ശുപാർശ വരുന്നതോട് കൂടി ഈ 4-5 ആളുകളിൽ നിന്ന് ഇനി അടുത്ത ആ കസേരയിലേക്ക് ഇരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അജിത് കുമാറാണ്. അതുകൊണ്ട് അജിത് കുമാറിനെതിരെ ഇനിയിപ്പോ DGP അല്ല, ആര് ഗവർണർ പരാതി കൊടുത്താലും, രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിന്റെ മുകളിൽ നടപടി ഉണ്ടാകുകയോ ചെയ്യില്ല. ഒറ്റ കാര്യം കൂടി പറയാം ഞാൻ, കാരണം അത് പറയാതെ പോകാൻ വയ്യ. ഇപ്പോ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത DYSP ഷാജി, അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത്. CPM-കാരാണ് ഇത് കത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി
BJP പരിശ്രമിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കണ്ടില്ല. അതിനുശേഷം ഷാജിയെ നിയമിച്ചതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത്. ഇന്ന് ആ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹമാണ് പല രേഖകളും എനിക്ക് ചോർത്തി തന്നതെന്ന് പറയുന്നത്. ഞാനന്ന് പുറത്തുവിട്ട ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെന്റ് ആണ്. ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷാജി ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എന്താ പറയാ, താനൂരിലെ താമർ ജിഫ്രി കേസിലെ പെട്ടിരുന്ന പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു. അജിത് കുമാറിനെ തിരിച്ചെടുക്കുന്നു. ADGP അജിത് കുമാറിന് എന്താ പറയാ സുജിത് ദാസിനെ തിരിച്ചെടുക്കുന്നു. ADGP അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു. ഇതേ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു കേസിനെ, കേരളത്തിലെ രാഷ്ട്രീയത്തെ ബാധിച്ച, പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിന്റെ ആ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിന്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഡിവൈഎസ്പിയെ എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും വി ശശിയും അടക്കമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത്? അതിന് അതിശക്തമായ തിരിച്ചടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം, ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും SFIയും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണമുണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി, അതിന് എന്താ പറയാ വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട്. മറ്റൊരു ഇതുള്ളത്, ഒരു ADGP മറ്റൊരു ADGPക്കെതിരെ വ്യാജമൊഴി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പോലും ഒരു ക്വാളിറ്റിന്റെ ഒരു ഇതാണല്ലോ. കാരണം കള്ളം പറഞ്ഞു ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആ ചോദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സത്യത്തിൽ ഈ അജിത് കുമാർ ഇപ്പോ കാക്കി ധരിച്ചു നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ്. ആ പോലീസിന്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തി ആ പോലീസിനെ തന്നെ എന്താ പറയാ ഈ ക്രിമിനൽ വരിക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്താ സ്വർണം പിടിക്കാത്ത? സ്വർണ്ണപ്പഴും വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ 4-5 മാസമായിട്ട് കസ്റ്റംസ് ആണല്ലോ സ്വർണം പിടിക്കുന്നത്. എന്താ പോലീസ് പിടിക്കാത്തത്? എയർപോർട്ടിന്റെ അകത്താണല്ലോ സ്വർണ്ണപ്പിടുത്തം നടക്കുന്നത്. അപ്പൊ ഇതൊരു, ഞാൻ അന്ന് പറഞ്ഞത്, ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും. സ്വർണത്തിന് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ. ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്. ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പിടിക്കുന്നത്. അപ്പോ ആ കേസുകളിലൊക്കെയും സുജിത് ദാസിനെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ചാപ്പ കുത്താനാണ് ഈ പറയുന്ന വിജയനെതിരെ. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയാണ് പി വിജയന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ്, മലപ്പുറം SP ആയ സുജിത് ദാസ് എന്നോട് പറഞ്ഞു എന്നാണ് മൊഴി കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഡെപ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേസിലെ 3 ആളുകളും IPSകാരാണ്. പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആള് IPS വിജയനാണ്. ഇങ്ങനെ കള്ളക്കടത്തുകാരുമായി സഹായിച്ചു എന്ന് സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നതിന് IPS. ഇത് ജനങ്ങളോട് പറയുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന അജിത് കുമാർ IPS. അപ്പോ ഏത് നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയാ അവസ്ഥ മാറി. ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങളൊക്കെ മയക്കുമരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. എല്ലാ ചാനലുകളും രംഗത്തുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ടാണല്ലോ ഈ മയക്കുമരുന്ന് കേസ് ഇത്രയും പിടിക്കപ്പെട്ടത്. എവിടെയായിരുന്നു ഈ പോലീസ്? ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മൾ ആവർത്തിച്ച് കേരളത്തിന്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതിനെ സപ്പോർട്ട് ചെയ്തതിന് ആരാണ്? ഡാൻസാഫ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കി ആ സംഘത്തെ മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന, അതിന്റെ ഒരു ഭാഗമായി നിന്നിരുന്ന പോലീസ് സേന ഡാൻസാഫിലുണ്ടായിരുന്നു.
ഞാൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഒരു ഘട്ടം വന്ന് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസ് ആക്ഷൻ ചെയ്യേണ്ടി വന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട്, ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട്. പക്ഷെ അതിന് നിർദ്ദേശമുണ്ടായിരുന്നില്ല. അതായത് സ്വർണം, മയക്കുമരുന്ന്, ഇനി എന്തൊക്കെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്കറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ 5 സ്റ്റാർ വേശ്യാലയം പിടിക്കപ്പെട്ടത് 6-7 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത്. അപ്പൊ പെണ്ണ് കച്ചവടം, സ്വർണ്ണ കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം ആരാ നടത്തുന്നത്? ഈ അജിത് കുമാറിന്റെയും ഈ സുജിത് ദാസിന്റെ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൽപ്പെട്ട ഒരു വിഭാഗം ഈ കേരളം അങ്ങനെ ആക്കി. അതിന്റെ പരിണിത ഫലം ഓരോന്ന് വരികയാണ്. പക്ഷെ ജനങ്ങൾ നിസ്സഹായരാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. വേലി തന്നെ വിളതുന്ന കാലം. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയും. അതിന്റെ ഒക്കെ ശക്തമായ പ്രതികരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ വോട്ട് പിണറായി സത്തിനെതിരെ അതിശക്തമായിട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്ന കാര്യം നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ്. ഈ കഴിഞ്ഞ സമയങ്ങളൊക്കെ പലപ്പോഴും ADGP അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നത് CPI ആണ്. ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ CPI മൗനം പാലിക്കുന്ന സാഹചര്യം. അല്ലല്ല, CPIനെ സംബന്ധിച്ച് ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ തന്നെ എത്ര ശക്തമായിട്ടായിരുന്നു സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലപാടെടുത്തിരുന്നത്. മിണ്ടാൻ കഴിയുന്നുണ്ടോ? മിണ്ടാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ SFIO കേസ് എന്തായിരുന്നു CPIന്റെ ഇപ്പൊ നിലപാട്? അത് വീണയുമായി ബന്ധപ്പെട്ടതാണ്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ജനങ്ങളും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഈ SFIO കേസ് ഇതാ വരാൻ പോകുന്നു, വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഒരു ചുക്കും SFIOയുടെ ആ കേസിന്റെ മുകളിൽ നടക്കാൻ പോകുന്നില്ല. അത് പരിപൂർണമായ നാടക. നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണ് ഈ കേസ് വരുന്നത്? ഈ കേസ് വരുന്നത് ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് കണ്ടെത്തിയ ഒരു വിഷയം SFIOക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യാണ്, സീരിയസ് ഫ്രോഡ് എന്ന നിലക്ക്. SFIO നടത്തിയ അന്വേഷണത്തിൽ കണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ മുകളിൽ നാളെ വീണ വിജയൻ ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ആരും കരുതണ്ട. ഒരു ഫൈൻ എളുപ്പം വരും, കാരണം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കൃത്യമായി കൈക്കൂലിയായി കൊടുത്ത പണമാണെന്നറിയാം. ഇന്ന് BJPയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം, ഏറ്റവും അവസാനമായി ഡൽഹിയിൽ നടത്തിയ ഗവർണറോടൊപ്പം പോയി കേന്ദ്രമന്ത്രി ഈ പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ വന്ന് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോ BJPയുമായി CPMഉം RSSുമായും CPMഉം അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ മറയിടാൻ ഉണ്ടാക്കിയ ഒരു ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കേസിനപ്പുറം, കാരണം SFIO ഇതാ നടപടിയെടുക്കുന്നു, കേന്ദ്രം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഒരു പുകമറ സൃഷ്ടിക്കുന്നതിലപ്പുറം ഈ SFIO കേസ് നിങ്ങൾ എഴുതി വെച്ചോ. വീണ വിജയന് ഇതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ ശിക്ഷിക്കാനോ SFIO തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രമല്ല മുഖ്യമന്ത്രി പിണറായിയും കേന്ദ്ര ഗവൺമെന്റും BJPയും RSSും എന്ന് കാലം തെളിയിക്കും. അത് നമുക്ക് കാണാം.